അമേരിക്കയിലെ ടെക്സസ് തീരത്തിന് സമീപം മെക്സിക്കൻ നാവികസേനയുടെ വിമാനം തകർന്നു വീണ് വൻ ദുരന്തം. ഗാൽവെസ്റ്റൺ തീരത്തിന് സമീപം തിങ്കളാഴ്ച ഉച്ചയോടെയാണ് അപകടമുണ്ടായത്. ഗുരുതരമായി പൊള്ളലേറ്റ കുട്ടികളെ വിദഗ്ധ ചികിത്സയ്ക്കായി മെക്സിക്കോയിൽ നിന്നും അമേരിക്കയിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിലാണ് വിമാനം തകർന്നത്. അപകടത്തിൽ 2 വയസ്സുള്ള ഒരു കുട്ടിയുൾപ്പെടെ 5 പേർ കൊല്ലപ്പെട്ടു. അപകടത്തിന്റെ പശ്ചാത്തലം മെക്സിക്കൻ നാവികസേനയുടെ ഉടമസ്ഥതയിലുള്ള ചെറിയ ഇരട്ട എഞ്ചിൻ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. മെക്സിക്കോയിലെ മെറിഡയിൽ നിന്നാണ് വിമാനം പറന്നുയർന്നത്. ടെക്സസിലെ ഗാൽവെസ്റ്റൺ ഷോൾസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്കായിരുന്നു യാത്ര. വിമാനത്തിൽ ആകെ 8 പേരാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 4 പേർ നാവികസേന ഉദ്യോഗസ്ഥരും ബാക്കി 4 പേർ സാധാരണക്കാരുമായിരുന്നു. പൊള്ളലേറ്റ കുട്ടികളെ സഹായിക്കുന്ന മെക്സിക്കൻ NGO ആയ മിച്ചൗ ആൻഡ് മൗ ഫൗണ്ടേഷനിലെ 2 പ്രവർത്തകരും വിമാനത്തിലുണ്ടായിരുന്നു. രക്ഷാപ്രവർത്തനം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 3 മണിയോടെയാണ് വിമാനം തകർന്നു വീണത്. ഹൂസ്റ്റണിൽ നിന്നും 50 മൈൽ അകലെയുള്ള ഗാൽവെസ്റ്റൺ കോസ്വേക്ക് സമീപമുള്ള കടലിലാണ് വിമാനം പതിച്ചത്. അപകട വിവരമറിഞ്ഞ ഉടൻ തന്നെ US കോസ്റ്റ് ഗാർഡും പ്രാദേശിക അധികൃതരും തിരച്ചിൽ ആരംഭിച്ചു. 4 പേരെ ആദ്യഘട്ടത്തിൽ കണ്ടെത്താനായെങ്കിലും വൈകുന്നേരത്തോടെ മരണസംഖ്യ 5 ആയി മാറുകയായിരുന്നു.